ഡീൻ കുര്യാക്കോസ് എം പി കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിലെ 109-ാം നമ്പർ ബൂത്തിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് UDF 100-ലധികം സീറ്റ് നേടി ഭരണത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പൈങ്ങോട്ടൂർ കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിലെ 109-ാം നമ്പർ ബൂത്തിലാണ് ഡീൻ കുര്യാക്കോസ് MP വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യയ്ക്കും സഹോദരനും ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് UDF 100-ലധികം സീറ്റ് നേടി ഭരണത്തിലെത്തുമെന്നും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്ത് 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ ഒരു തിരിച്ചുവരവ് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പുണ്ട്. ആ വലിയ മുന്നേറ്റത്തിൽ അതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആവേശം പകരുന്ന ഒരു ഉജ്ജ്വല വിജയമാണ് മൂവാറ്റുപുഴയിൽ ശ്രീ മാത്യു കുഴൽനാടന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂവാറ്റുപുഴയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഒരു UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ മാത്യു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാ രാഷ്ട്രീയ ചുറ്റുപാടും നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏത് മുക്കിനും മൂലയിലും അതിനനുസരിച്ചുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്നു. അതെല്ലാം നല്ല വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ മറ്റ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിതമായ ആവേശം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുണ്ടായിരുന്നു, ഒത്തൊരുമയുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കാൻ കഴിഞ്ഞു. അടുക്കും ചിട്ടയുമുള്ള ആ പ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള ഒരു നല്ല അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം നല്ല വിധത്തിലുള്ള ലീഡ് കരസ്ഥമാക്കി ഒരു ചരിത്ര മുന്നേറ്റമായി മൂവാറ്റുപുഴയിൽ ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ ഡീൻ കുര്യാക്കോസിനെ സന്ദർശിക്കാൻ എത്തിയിരുന്നു.